വി.ഡി. സതീശൻ നിലപാടുകളുടെ രാജകുമാരൻ 14 വർഷം മുമ്പ് കൊടുത്ത ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് യഥാർത്ഥ ദീർഘവീക്ഷണമുള്ള രാഷ്ട്രീയ നേതാവ്. രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ടോ വ്യക്തിപരമായ ലാഭത്തിന് വേണ്ടിയിട്ടോ ഏറ്റവും എളുപ്പം ഇപ്പോഴത്തെ കാലത്ത് വിധേയരായി ജീവിക്കുകയാണ്. പെട്ടിയൊക്കെ പിടിച്ച നേതാക്കന്മാരുടെ സൗകര്യമായിട്ട് നടക്കുകയും അവർക്ക് വേണ്ടി സംസാരിക്കുകയും അവർ ചെയ്യുന്ന ചെറിയ കാര്യങ്ങളെ ഊതി വീർപ്പിച്ച് വലിയ കാര്യങ്ങളാണ് അവർ ചെയ്തത് എന്ന് വലിയ വായിൽ വിളിച്ചു പറയുകയും ഒക്കെ ചെയ്യുന്നതാണ് ഏറ്റവും ബുദ്ധി. ഞാൻ നിയമസഭയിൽ പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഉമ്മൻചാണ്ടിയുടെ പുറകിൽ 2ാം നിരയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനത്ത് തന്നെ ഇരുന്നിരുന്ന ആളാണ്. ഞാൻ പാർലമെന്ററി പാർട്ടി ഭാരവാഹിയായിരുന്നു പ്രതിപക്ഷത്തിരുന്നപ്പോൾ. അതിന്റെ മുന്നണി പോരാളിയായിട്ട് നിന്നിരുന്ന ആളാണ്. ഇന്ന് ഞാൻ കോൺഗ്രസ് ബെഞ്ചിലെ ഏറ്റവും പുറകിലാണ് ഇരിക്കുന്നത്. അതിനൊരു വ്യത്യാസമുണ്ട്. അത് പാർട്ടി പറഞ്ഞ അവിടെ ഇരിക്കാൻ പറഞ്ഞു, അല്ലെങ്കിൽ ചില ആളുകൾ തീരുമാനിച്ചു ഏറ്റവും പുറകിലത്തെ ബെഞ്ചിൽ ഇരുത്തേണ്ട ആളാണ് എന്ന് തീരുമാനിച്ചു. എനിക്ക് പ്രയാസങ്ങളൊക്കെ ഉണ്ടായി ആദ്യം, പക്ഷെ ഇപ്പൊ എനിക്ക് പ്രയാസമൊന്നുമില്ല. പുറകിലിരുന്നാലും നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ പറയും. ഞാൻ കേരളത്തിൽ മുഴുവൻ സഞ്ചരിച്ച് അണികൾ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരാളല്ല. എനിക്ക് അങ്ങനെ അണികൾ ഉണ്ടാകണമെന്ന് താല്പര്യമുള്ള ഒരാളല്ല. കേരളത്തിലൊരു ഗ്രൂപ്പ് ഉണ്ടാക്കണം. പല പേരുകളും നമ്മൾ കേട്ടു, ആവശ്യമില്ലാത്ത പേരുകൾ. അങ്ങനെ ഒരു ഗ്രൂപ്പിന്റെ പേരിൽ സ്ഥാനമാനങ്ങൾ വാങ്ങിച്ചെടുക്കണം. സ്ഥാനമാനങ്ങളൊക്കെ വാങ്ങിച്ചെടുക്കാനുള്ള വഴികളൊക്കെ എനിക്കറിയാം. ഞാനും ഇത് കണ്ടുപഠിക്കുകയല്ലേ. പക്ഷെ ആ വഴികളിലൂടെ യാത്ര ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് താല്പര്യമില്ല. ഒരു വേള നിങ്ങൾ ഒറ്റയ്ക്കാകുന്ന ഒരു സ്ഥിതി നിങ്ങൾ മുന്നിൽ കാണുന്നുണ്ടോ? അല്ല, സംഘടനാപരമായിട്ടും രാഷ്ട്രീയ അതാണല്ലോ, ഒറ്റയ്ക്കാണല്ലോ. ഒറ്റയ്ക്കാണ്, ഞാൻ ഒറ്റയ്ക്കാണ്. കാരണം ഒരു അപകടകരമായ ഒരു അംശം എന്നിലുണ്ട് എന്ന് ഒരുപാട് പേര് കരുതുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ പണ്ട് അങ്ങനെയില്ല. ഞാൻ കരുതുന്നിരുന്നത് എല്ലാവർക്കും എന്നോട് ഭയങ്കര വാത്സല്യമായിരുന്നു, വലിയ സ്നേഹമാണ്, അങ്ങനെയുള്ള എല്ലാവരും പെരുമാറുന്നത്. അങ്ങനെയാണ് എന്നായിരുന്നു എന്റെ ധാരണ. എല്ലാവർക്കും അങ്ങനെ ആയിരുന്നു എന്നായിരുന്നു എന്റെ ധാരണ. എനിക്ക് അതുകൊണ്ട് വലിയ വകഭേദങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരോടും വലിയ കാര്യവും താല്പര്യവും അടുപ്പവും ബന്ധമൊക്കെ ഉണ്ട്. അതിപ്പോഴും ഞാൻ നന്നായി തുടരുന്നുണ്ട്. പക്ഷെ അങ്ങനെ കയറി ആരും സഹായിക്കാനുള്ള സാധ്യത കുറവാണ്. ഞാൻ ലോക്കൽ ബോഡി ഇലക്ഷൻ ജയിച്ച് ഞാൻ പത്രസമ്മേളനം നടത്തുമ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചു, മറ്റേതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? UDF ജയിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ? UDF ജയിപ്പിക്കാൻ പറ്റും. സാങ്കല്പിക ചോദ്യമാണ്, ജയിപ്പിക്കാൻ പറ്റില്ല എന്ന്. ഇനി ജയിപ്പിക്കാൻ പറ്റില്ല എന്ന് വിചാരിക്കും, അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം എനിക്ക് മാത്രമായിരിക്കും. ജയിച്ചാൽ ലീഡർഷിപ്പിന്റെയാണ്. എല്ലാവരും പാർട്ടി പ്രവർത്തകരും ലീഡർഷിപ്പ് എല്ലാവരും കൂടി കൂട്ടായിട്ടുള്ള വിജയമാണ്. അത് കോർഡിനേറ്റ് ചെയ്യുന്ന ചുമതലയായിരുന്നു എന്നെ ഏൽപ്പിച്ചത്. തുടർച്ചയായി 2 പ്രാവശ്യം പരാജയപ്പെട്ട UDF അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വിശ്വാസത്തോടുകൂടി അഖിലേന്ത്യാ കോൺഗ്രസ് നേതൃത്വം എന്നെ ഏൽപ്പിച്ച ചുമതലയാണ് പ്രതിപക്ഷ നേതൃസ്ഥാനം. അതിൽ ഞാൻ പരാജയപ്പെട്ടു. UDF തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ലെങ്കിൽ ഉറപ്പായി ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകും. ഞാൻ രാഷ്ട്രീയത്തിൽ നിന്ന് റിട്ടയർ ചെയ്യും. അത് പറയാനുള്ള ധൈര്യം എനിക്കുണ്ട്. കേരളത്തിൽ ഇതുവരെ ഒരു ഹർത്താൽ നടത്താത്ത ഈ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ പ്രതിപക്ഷമാണ് ഞങ്ങൾ നടത്തില്ല ഹർത്താൽ നടത്തില്ല. ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളോട് പറയാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 5 കൊല്ലം ഞങ്ങൾ ഹർത്താൽ നടത്തി നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന്മേൽ ഞങ്ങൾ കൈയടത്തില്ല. കേരളം ഹർത്താലിന്റെയും ബന്ദിന്റെയും അനാവശ്യമായ സമരങ്ങളുടെയും നാടാണെന്നുള്ള ചീത്തപ്പേര് കാരണമാണ് കേരളത്തിൽ ഒരു വ്യവസായവും വരാത്തത്, ഒരു ഇൻവെസ്റ്റ്മെന്റും വരാത്തത്, ഒരു FDIയും വരാത്തത്. ഈ പാവം പിള്ളേർ ജർമ്മനിക്കും കാനഡയിലേക്കും ഒക്കെ പോകുന്നത്. ഇവിടെ വ്യവസായങ്ങൾ വരണം. ഞാൻ പ്രതിപക്ഷ നേതാവായിട്ടല്ല സംസാരിക്കുന്നത്, ഞാൻ മലയാളിയായിട്ടാണ് സംസാരിക്കുന്നത്. ഇവിടെ വ്യവസായങ്ങൾ വരണം, ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാകണം, നമ്മുടെ കുട്ടികൾക്ക് തൊഴിൽ സാധ്യത ഉണ്ടാകണം. നമ്മൾ 5 വർഷം കഴിഞ്ഞാലുള്ള കേരളം എന്താകണം, 10 വർഷം കഴിഞ്ഞാലുള്ള കേരളം എന്താകണം എന്നതിനെക്കുറിച്ച് നമുക്കൊരു ലോങ് ടേം പെർസ്പെക്റ്റീവ് ഉണ്ടാവണം. നമ്മൾ ഇതുവരെ ചെയ്ത കാര്യങ്ങളെല്ലാം ശരിയാണ്, ഇനിയൊന്നും ചെയ്യാനില്ല, എല്ലാം ഓക്കെയാണ് എന്നല്ല. പല കാര്യങ്ങളും നമ്മൾ കാലാനുസൃതമായി നമ്മൾ റിവ്യൂ ചെയ്യണം. ലോകത്ത് നോളജ് എക്സ്പ്ലോഷൻ നടക്കുകയാണ്, വിജ്ഞാന വിപ്ലവം വിസ്ഫോടനം നടക്കുകയാണ്. ലോകത്തെ എല്ലാ ഭാഗങ്ങളിലും ഗവേഷണങ്ങൾ നടക്കുകയാണ്. എല്ലാ വിഷയങ്ങളിലും പുതിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാകുകയാണ്. പുതിയ കാര്യങ്ങൾ വരികയാണ്. പണ്ടും ഇത് വന്നുകൊണ്ടിരുന്നു, പക്ഷേ അന്നത്തെ സ്പീഡല്ല ഇപ്പോൾ ഭയങ്കര സ്പീഡാണ്. നമ്മൾ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന കുട്ടി കോളേജിൽ പഠിച്ച് പുറത്തിറങ്ങുമ്പോൾ ഔട്ട്ഡേറ്റഡ് ആവുകയാണ്. കാരണം പുതിയ അറിവ് വരികയാണ്. അപ്പം നോളജ് അപ്ഡേഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഓരോ സബ്ജക്റ്റിനോടും നമുക്ക് ആ ഒരു ധാരണയോട് കൂടി വേണം നമ്മൾ ഓരോ സബ്ജക്റ്റിനെയും സമീപിക്കാൻ. അപ്പോൾ കേരളം നേരിടുന്ന ഒരു വെല്ലുവിളി ബ്രെയിൻ ഡ്രെയിനാണ്. കേരളത്തിൽ നിന്ന് കുട്ടികൾ പോവുകയാണ്, പുറത്തോട്ട് പോവുകയാണ്, പഠിക്കാൻ ജോലിക്കെല്ലാം പോവുകയാണ്. അതിൻ്റെ നമ്പർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്നുണ്ടെന്ന് തെറ്റില്ല, പക്ഷെ ഇത്രയും ബൾക്ക് നമ്പർ പോകണോ? പോകുന്നവരെല്ലാം നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണോ പഠിക്കുന്നത്? അവരെല്ലാം അവിടെ സേഫ് ആണോ? നല്ല ജോലിയാണോ കിട്ടുന്നത് എന്നുകൂടി നമ്മൾ അന്വേഷിക്കണം.
അപ്പൊ എന്തുകൊണ്ടാണ് ഇത്രയും വലിയ നമ്പർ ഇവിടെ നിന്ന് പോകുന്നത്? നമുക്കെന്തോ കുറവുണ്ടല്ലോ ഇവിടെ. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് ഒരു പാളിച്ചയുണ്ട്, നമ്മുടെ ജോബ് ഓപ്പർച്യൂണിറ്റീസിന് കുറവുണ്ട്. അതിനെ നമുക്ക് എങ്ങനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റും? എന്താണ് നമ്മുടെ ഹയർ എഡ്യൂക്കേഷനെ പറ്റിയ പാളിച്ച? എന്താണ് ഞാൻ കരുതുന്നത്? നേരത്തെ ഞാൻ നോളജ് എക്സ്പ്ലോഷൻ എന്ന് പറയുന്നത് കണക്ട് ചെയ്യാം. ഒരു ഗ്ലോബൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ്, നേച്ചർ, ലോകത്തിലെല്ലാത്തും തൊഴിലിന്റെ സ്വഭാവം വളരെ വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുക. പണ്ട് കമ്പ്യൂട്ടർ വന്നപ്പോഴാണ് ഒരു ചേഞ്ച് ഉണ്ടായത്. അതിനു മുമ്പ് ഇങ്ങനെ തൊഴിൽ ഒരേപോലത്തെ തൊഴില. ഇപ്പം അതല്ല, കമ്പ്യൂട്ടറും കടന്ന് AI ടൂൾസൊക്കെ ഉപയോഗിച്ച ആളുകൾ തുടങ്ങിയപ്പോഴേക്കും വളരെ വേഗത്തിൽ തൊഴിലിന്റെ സ്വഭാവം മാറുക. ഇപ്പം 4-5 വർഷം എടുക്കുമ്പോഴേക്കും ഒരു തൊഴിൽ ഇല്ലാതാവുകയാണ്. പക്ഷെ ഒരു തൊഴിൽ ഇല്ലാതാവുമ്പോൾ വേറൊരു സ്ഥലത്തൊരു ഡോർ ഓപ്പൺ ആവുന്നുണ്ട്, ഒരു വാതിൽ തുറക്കപ്പെടുന്നുണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? അതനുസരിച്ചിട്ടുള്ള കോഴ്സുകൾ നമുക്ക് തുടങ്ങണം. അതനുസരിച്ച് നമ്മുടെ കരിക്കുലം നമ്മൾ റീസ്ട്രക്ചർ ചെയ്യണം. സ്കില്ലുള്ളവരുണ്ട്, പക്ഷെ ആ സ്കില്ല് പോരാ. അവരെ തിരിച്ചു കൊണ്ടുവന്ന് റീസ്കിൽ ചെയ്യണം, റീഓറിയന്റേഷൻ നടത്തണം. അപ്പൊ ലോകത്ത് നടക്കുന്ന മാറ്റങ്ങളെ കൃത്യമായി നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മെക്കാനിസം നമുക്കുണ്ടാകും. ഓരോ വകുപ്പെടുത്തും പറഞ്ഞുതരാം. ഓരോ വകുപ്പും നേരിടുന്ന ക്രൈസിസ്. ലംസൺ ഗ്രാന്റിന്റെ പ്രശ്നം ബഹുമാനപ്പെട്ട പട്ടികജാതി മന്ത്രിക്ക് അറിയാലോ. ഇത്രയും ഒരു ഡിലേ, അവർക്ക് പട്ടികജാതിക്കാർക്ക് കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾക്ക് ഇത്രമാത്രം ഒരു ഡിലേ വന്ന കാലം ഉണ്ടായിട്ടുണ്ടോ ഏതെങ്കിലും കാലത്ത്? കാരണം എന്താ? അത് നമ്മുടെ പ്രയോറിറ്റി ആയിരുന്നു അന്നൊക്കെ. അത് കൊടുത്തിട്ടേ വേറെ കളിക്കുള്ളൂ. സമൂഹത്തിലെ ഏറ്റവും ദുർബല വിഭാഗങ്ങളാണ് പട്ടികജാതി പട്ടികവർഗക്കാർ. അവർക്ക് സംസ്ഥാന സർക്കാർ കൊടുക്കേണ്ട ഒരു ആനുകൂല്യം നിങ്ങൾ കൊടുക്കുന്നില്ല, നിങ്ങൾ വൈകിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നിങ്ങളുടെ പ്രയോറിറ്റി അതല്ല. നിങ്ങളുടെ പ്രയോറിറ്റി ഇവിടെ കേരളീയം നടത്തി, ആർഭാടം നടത്തി, ഈ തുലാവർഷ മഴക്കാലത്ത് ചെളിയിൽ ഉത്സവം നടത്തിയായിരുന്നു. നിങ്ങൾക്ക് നവകേരള സദസ് നടത്തി ആർഭാടം നടത്തിയായിരുന്നു. നിങ്ങളുടെ അതാണ് ഞങ്ങൾ ഭയപ്പെടുന്നത്. ഒരു ഗവൺമെന്റ്, ആ ഗവൺമെന്റിന്റെ പ്രയോറിറ്റി മാറിപ്പോയി. ഒരു ലെഫ്റ്റ് ഗവൺമെന്റ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത പ്രയോറിറ്റികളിലേക്ക് നിങ്ങൾ പോകുന്നു എന്നതാണ് ഞങ്ങളുടെ സാർ.